ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഉറങ്ങുമ്പോൾ തൻ്റെ വീട്ടിലേക്ക് സൂര്യൻ ഇറങ്ങി വരുന്നത് സ്വപ്നം കാണുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുന്നതിനോ വിവാഹം കഴിക്കുന്നതിനൊക്കെ മുൻപ് നടന്നൊരു സംഭവമാണിത്. ഈ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടപ്പോൾ ഖദീജ ബീവി ഉറക്കുണർന്ന് നേരെ ഓടിച്ചെല്ലുന്നത് തൻ്റെ ബന്ധുവായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ വീട്ടിലേക്കാണ്. വറഖത്ത് ബിൻ നൗഫലിനെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ചരിത്രമാണ് അദ്ദേഹത്തിന് നമ്മോട് പറയാനുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലെല്ലാം വറഖത്ത് ബിൻ നൗഫലിനെ നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ ആരായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ? ഖദീജ ബീവിയുടെ അടുത്ത ബന്ധുവായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. വളരെ ജ്ഞാനിയായ, ഹിബ്രു അടക്കമുള്ള പല ഭാഷകൾ അറിയുന്ന, ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിച്ചിരുന്ന, അവരുടെ ഗ്രന്ഥങ്ങളെപ്പറ്റി അഗാധമായ പാണ്ഡിത്യമുള്ള, ഷാമിലും മറ്റുമൊക്കെ പോയി അവരുടെ ക്രിസ്ത്യൻ മതങ്ങളുടെ അടിസ്ഥാനവും വരാൻ പോകുന്ന പ്രവാചകനെ പറ്റിയൊക്കെ ഒരുപാട് പഠിച്ചിരുന്ന, പണ്ഡിതനായ, എഴുത്തും വായനയും അറിയുന്ന, ആദ്യകാലത്തെ ഖുറൈശികളിൽ ഉണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ പോലും സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹത്തിന് സ്വപ്നവ്യാഖ്യാനങ്ങളെപ്പറ്റി അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖദീജ ബീവി തനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി വറഖത്ത് ബിൻ നൗഫലിൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നത്. ആ സ്വപ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, തൻ്റെ വീട്ടിലേക്ക് സൂര്യൻ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ അല്പസമയം നിശബ്ദമായി ഇരുന്നതിന് ശേഷം ഖദീജ ബീവിയോട് പറയുന്നുണ്ട്, നീ അത്രയും ശുദ്ധിയുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ അതൊരു പ്രവാചകനായേക്കാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്നതിന് എത്രയോ വർഷം മുമ്പാണ് ഖദീജ ബീവിയോട് വറഖത്ത് ബിൻ നൗഫൽ ഇത് പറയുന്നത്. അതിനു മുൻപ് 2 ഭർത്താക്കന്മാരെ വിവാഹം ചെയ്ത് അവർ രണ്ടുപേരുടെയും വിയോഗത്തിന് ശേഷം വിധവയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഖദീജ ബീവി. ആ ബന്ധങ്ങളിലൊക്കെ ബീവിക്ക് മക്കളുമുണ്ട്. അവർ ഇട്ടേച്ചു പോയ സമ്പത്തിൻ്റെ വലിയ ഒരു പങ്ക് കൊണ്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന സമ്പന്നയായ സ്ത്രീയായിരുന്നു ത്വാഹിറ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് തന്നെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്ര സീരീസിൽ നമ്മൾ ഈ ഖദീജ ബീവിയുടെ ജീവിതവും അവരുടെ സാഹചര്യങ്ങളൊക്കെ പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. വറഖത്ത് ബിൻ നൗഫലിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പവിത്രമായ ഉന്നത കുടുംബത്തിൽ ജനിച്ച ഉന്നതനായ മനുഷ്യൻ കൂടിയായിരുന്നു. ഖദീജ ബീവിയായിട്ടുള്ള വിവാഹം പോലും വറഖത്ത് ബിൻ നൗഫലുമായിട്ട് ബന്ധുക്കൾ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ വറഖത്ത് ബിൻ നൗഫൽ വിവാഹത്തിലൊന്നും താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം ജ്ഞാനിയായ, സന്യാസിയായ ആളുകളെ പോലെ വിവാഹമൊന്നും കഴിക്കാതെ അത്രയും ഭവ്യതയോടുകൂടി, ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു സന്യാസിയെ പോലെയായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. ഖദീജ ബീവിയും വറഖത്ത് ബിൻ നൗഫലും ഏകദേശം 30-ലധികം വയസ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഇങ്ങനെ സന്യാസ ജീവിതം പോലെ ജീവിക്കുകയും വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക, അത്രയും സമ്പന്ന കുടുംബത്തിൽ ജീവിച്ചിട്ട് പോലും അദ്ദേഹത്തിന് സ്വത്തുകളോ അനന്തരാവകാശങ്ങളോ ഒന്നും അദ്ദേഹം സ്വന്തമാക്കുന്നില്ല. അദ്ദേഹത്തിന് അതൊന്നും ആവശ്യമില്ലായിരുന്നു. വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അത്രയും കാര്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് വെറും പാണ്ഡിത്യവും വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. വറഖത്ത് ബിൻ നൗഫലോ, ഖദീജ ബീവിയോ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവോ, സെയ്ദ് ബിൻ അംർ, നമ്മൾ പറയാനുള്ളൊരു സ്വഹാബിയാണ് ഇനി, അവരൊന്നും തന്നെയും ആദ്യകാലം മുതലേ വിഗ്രഹാരാധനകളിൽ ഒന്നും ഏർപ്പെടാതെ സച്ചരിതമായ ജീവിതം അവർ കാഴ്ചവെക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഖദീജ ബീവി ഈ സ്വപ്നവുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. തനിക്ക് വരാൻ പോകുന്ന വലിയൊരു അനുഗ്രഹത്തെപ്പറ്റി ഖദീജ ബീവി നേരത്തെ അറിയുകയും ചെയ്യുന്നു. ആയിഷ ബീവിയുടെ ചരിത്രത്തിലും ഇതുപോലെ തൻ്റെ വീട്ടിലേക്ക് 3 സൂര്യന്മാർ ഇറങ്ങി വരുന്നതായിട്ട് ആയിഷ ബീവി സ്വപ്നം കാണുന്നുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആയിഷ ബീവി കണ്ടറിയുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ആയിഷ ബീവിയുടെ വീട്ടിലാണ് ഖബറടക്കുന്നത്. ശേഷം അബൂബക്കർ തങ്ങൾ വഫാത്താവുന്നു, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നു. അത് തന്നെയാണ് അവരുടെ സ്വപ്നത്തിലൂടെ തൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന 3 സൂര്യന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന സൂര്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള വിവാഹമായിരുന്നു. അത് നേരത്തെ വറഖത്ത് ബിൻ നൗഫൽ പ്രവചിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. മക്കയിലുണ്ടായിരുന്ന അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ആ മുഹമ്മദിൽ വറഖത്ത് ബിൻ നൗഫൽ കാര്യമായ പ്രത്യേകതകൾ കണ്ടിരുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഷാമിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 തവണ സഞ്ചരിക്കുന്നുണ്ട്. ആ 2 തവണയും
അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ പാതിരിമാരും പണ്ഡിതന്മാരും സന്യാസികളൊക്കെ ഈ അത്ഭുത ബാലൻ്റെ സിദ്ധികൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആദ്യകാലത്ത് 11-12 വയസ്സുള്ള സമയത്താണ് അബൂ ത്വാലിബിൻ്റെ കൂടെ ഷാമിലേക്ക് ആദ്യമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവട ആവശ്യാർത്ഥം പോകുന്നത്. ആ സമയത്താണ് ബഹീറ എന്ന സന്യാസിയെ വഴിയിൽ വെച്ച് കാണുകയും പതിവായിട്ട് കുറേശികൾ സഞ്ചരിക്കുന്ന വഴിയായിട്ട് പോലും അന്ന് പ്രവാചകൻ ആ സംഘത്തിലുള്ളത് കൊണ്ട് ആ ബഹീറ എന്ന സന്യാസി ആ മരച്ചുവട്ടിൽ താമസിക്കുന്ന കച്ചവട സംഘത്തെ അവരുടെ മഠത്തിലേക്ക് ഭക്ഷണം കഴിച്ചാൻ വിളിച്ചു വരുത്തുകയും അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ കുറേശികളെല്ലാവരും ആ ബഹീറയുടെ വീട്ടിൽ പോയി അവരുടെ മഠത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയും ബഹീറ അവർ ഓരോരുത്തരെയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അത്ഭുതപ്പെടുത്തുന്ന ബാലൻ ആ കൂട്ടത്തിൽ അവർ കാണുന്നില്ല. ശേഷം അബൂ ത്വാലിബിനോട് ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ വരാനുണ്ടോ? ആ സമയത്ത് അബൂ താലിബ് മറുപടി പറയുന്നു, അതെ, ഒരു ചെറിയ കുട്ടിയെ ഞങ്ങളുടെ ഒട്ടകങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് പറ്റില്ല, അവനും ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹീറ ആളെ വിട്ടിട്ട് ആ കുട്ടിയെ കൂടെ മഠത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ കുട്ടിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ ബഹീറക്ക് അവരുടെ അത്ഭുതം ബോധ്യപ്പെടുകയാണ്. ആ കച്ചവട സംഘം വരുന്ന വഴിയിലുടനീളം ഒരു മേഘം അവർക്ക് മുകളിൽ തണലിട്ട് വരുന്ന മനോഹരമായ കാഴ്ച ബഹീറ വിദൂരതയിൽ നിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കച്ചവട സംഘത്തെ മുഴുവനും വിളിച്ച് ക്ഷണിച്ചു വരുത്തി ഭക്ഷണ വിരുന്നൊരുക്കി ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ബഹീറ കുട്ടിയുടെ കുപ്പായം ഉയർത്തി നോക്കി പുറകിലുള്ള പ്രവാചകത്വത്തിൻ്റെ അടയാളം കാണുന്നു. അബൂ ത്വാലിബിനോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി നിങ്ങളുടെ ആരാണ്? അബൂ ത്വാലിബ് പറയുന്നു, ഇതെൻ്റെ മകനാണ്. ബഹീറ മറുപടി പറയുന്നുണ്ട്, അതൊരിക്കലും സാധ്യമല്ല, ഇവന് ഒരിക്കലും പിതാവ് ജീവിച്ചിരിക്കുകയില്ല. ആ സമയത്ത് അബൂ താലിബ് അത്ഭുതത്തോട്ട് പറയുന്നു, അതെ, ഇതെൻ്റെ ബന്ധുവിൻ്റെ മകനാണ്, അവൻ്റെ ഉപ്പ ജനിക്കുന്നതിന് മുൻപേ മരണപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ബഹീറ പറഞ്ഞു കൊടുക്കുന്നു, അതെ, ഇവന് വലിയ അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ ഇവനെയും കൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഷാമിലേക്ക് കച്ചവട ആവശ്യാർത്ഥം പോവുകയാണ്. ആ സമയത്ത് ബഹീറ പറയുന്നു, അരുത്, ഒരിക്കലും ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾ അവിടെ പോകരുത്, ഇവൻ്റെ ജീവന് തന്നെ അത് അപകടമാണ്, അതുകൊണ്ട് ഇവനുമായിട്ട് നിങ്ങൾ തിരിച്ചു പോവുക എന്ന് പറയുന്നു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അജിയദ് എന്ന സ്ഥലത്താക്കിക്കൊണ്ട് അബൂ ത്വാലിബ് സംഘവും കച്ചവടത്തിന് പോവുകയും തിരിച്ചു വരുമ്പോൾ പ്രവാചകനെയും കൂട്ടി അവർ മക്കയിലേക്ക് തന്നെ പോവുകയാണ്. അതല്ല, ആ അവസരത്തിൽ തന്നെ അബൂ ത്വാലിബ് തൻ്റെ മകനെയും കൂട്ടി പ്രവാചകനെയും കൂട്ടി മക്കയിലേക്ക് തിരിച്ചു പോയി എന്നും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതായിരുന്നു പ്രവാചകനെ ആദ്യമായിട്ട് പാതിരിമാരും സന്യാസിമാരും തിരിച്ചറിഞ്ഞ ഒരു രംഗം. പിന്നീട് ഖദീജ ബീവിയുടെ കച്ചവട ആവശ്യാർത്ഥം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് പോകുമ്പോൾ മൈസറ എന്ന അടിമയും കൂടെ കൂട്ടിയിട്ടുണ്ട്. മൈസറക്ക് പ്രവാചകൻ്റെ ആ ഉത്കൃഷ്ടമായ സ്വഭാവത്തിൽ തന്നെ മൈസറ വീണു പോകുന്നുണ്ട്. പിന്നീട് യാത്രയിലുടനീളം ആ അത്ഭുത സിദ്ധി കണ്ടിട്ട് മൈസറ അത്ഭുതപ്പെട്ടു പോകുന്നു. വഴിയിലുടനീളം മേഘങ്ങൾ തണലിടുന്നു. ശേഷം ഇതുപോലെ ഒരു ക്രിസ്ത്യൻ മഠത്തിൻ്റെ സമീപത്തെത്തിയപ്പോൾ അവിടെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ്റെ അടുത്ത് നിന്ന് ഈ മൈസറയെ ആ മഠത്തിലുള്ള ആളുകൾ വിളിച്ചു വരുത്തുകയും അത് ആരാണെന്ന് ചോദിക്കുകയും അത് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന മക്കയിലെ യുവാവാണ് എന്ന് പറയുകയും ശേഷം ഈ മഠത്തിലെ സന്യാസിമാർ പറയുന്നു, ആ മരച്ചുവട്ടിൽ പ്രവാചകനല്ലാതെ ആരും വിശ്രമിച്ചിട്ടില്ല. അപ്പോഴും ആ വരാൻ പോകുന്ന പ്രവാചകന്മാരെ പറ്റിയാണ് ആ ക്രിസ്ത്യൻ പണ്ഡിതന്മാരും പാതിരിമാരും എല്ലാം പ്രവാചകനെ നോക്കിയിട്ട് തെളിവ് പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നത് പോലെ ജൂതന്മാർക്കും ക്രിസ്ത്യൻസിനൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകനെ അവരുടെ മക്കളെക്കാൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതിൻ്റെ എല്ലാവിധ അടയാളങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നൽകിയിരുന്നു. അവരുടെ മക്കളെ തിരിച്ചറിയുന്നതിനേക്കാൾ അവർക്ക് പ്രവാചകനെ അറിയാമായിരുന്നു. പല സ്വഹാബിമാരുടെ ചരിത്രത്തിലും ഇതുപോലെ പല പണ്ഡിതന്മാരും സന്യാസിമാരും പറഞ്ഞുകൊണ്ട് പ്രവാചകനെ കാണാൻ വേണ്ടി മക്കയിലെത്തിയ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഗഫർ റളിയല്ലാഹു അൻഹു ആകട്ടെ, തുൽഹ ബിൻ ഉബൈദില്ല ആകട്ടെ, സുഹൈബ് റൂമി ആകട്ടെ, പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പല സ്വഹാബിമാരുടെ ചരിത്രത്തിലും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വറഖത്ത് ബിൻ നൗഫലിലും ഈ മൈസറ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ബഹീറ പറഞ്ഞതുപോലെ പല സന്യാസിമാരും പറയുന്നത് പോലെ ആ ഒരു പ്രത്യേകത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വറഖത്ത് ബിൻ നൗഫലും കാണുന്നുണ്ട്. അങ്ങനെ മൈസർ തിരിച്ചെത്തി നടന്ന വിശേഷങ്ങൾ മുഴുവനും ഖദീജ ബീവിയോട് പറയുന്നു. ശേഷമാണ് ഖദീജ ബീവിയുടെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും വിവാഹമൊക്കെ നടക്കുന്നത്. ആ സമയത്ത് വറഖത്ത് ബിൻ നൗഫൽ തന്നെയായിരുന്നു, ഖദീജ ബീവിയുടെ ബന്ധുവായ വറഖത്ത് ബിൻ നൗഫലാണ് മുന്നിൽ നിന്ന് ആ എല്ലാ കർമ്മങ്ങളും മനോഹരമായിട്ട് നിർവഹിച്ചിരുന്നത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോകുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ തനിച്ചിരിക്കുന്ന വേളയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വഹീൻ്റെ ആദ്യ സൂക്തങ്ങൾ പറഞ്ഞു കൊടുത്തുമ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് ഖദീജ ബീവിയുടെ അടുത്തേക്ക് ഇറങ്ങിയോടുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പനിച്ച് വിറച്ചുകൊണ്ട് സമ്മിലൂനി, എന്നെ പുതപ്പ് കൊണ്ട് മൂടു ഖദീജ എന്ന് പറഞ്ഞു വരുന്ന പ്രവാചകനെ, പുതപ്പിട്ട് മൂടി പരിച്ച് കിടക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഖദീജ ബീവി നേരെ ചെല്ലുന്നത് വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്കാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ പറയാൻ വറക്കത്ത് ബിൻ നൗഫൽ അല്ലാതെ വിശ്വസ്തനായ ആരും അന്ന് മക്കയിലില്ല. വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു വരുത്തിയിട്ട്, സഹോദരപുത്ര, എന്താണ് നിനക്ക് പറ്റിയത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വറക്കത്ത് ബിൻ നൗഫൽ ചോദിക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരാൾ തൻ്റെ അടുത്തേക്ക് വരികയും എന്നോട് ഇഖ്റ വായിക്കാൻ വേണ്ടി പറയുകയും ഞാൻ അത് അറിയില്ല എന്ന് പറയുകയും അങ്ങനെ 3 പ്രാവശ്യം തുടർന്ന് എന്നെ അണച്ചു പിടിക്കുകയും എൻ്റെ വാരിയെല്ലുകൾ പൊട്ടിപ്പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു പോയി. പിന്നീട് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന തുടങ്ങിയ ഖുർആനിലെ ആദ്യ സൂക്തമൊക്കെ വറക്കത്ത് ബിൻ നൗഫലിന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുക്കുന്നു. നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് വറക്കത്ത് ബിൻ നൗഫൽ പ്രവാചകനോട് പറയുന്നുണ്ട്, ഇത് മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് വന്ന അതേ നാമൂസ് തന്നെയാണ്, അഥവാ ജിബ്രീൽ അലൈഹി സ്വലാം തന്നെയാണ് അങ്ങയിലേക്കും വന്നിട്ടുള്ളത്. അങ്ങ് ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന ആ വലിയ തിരിച്ചറിവ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത് വറക്കത്ത് ബിൻ നൗഫലാണ്. വറക്കത്ത് ബിൻ നൗഫൽ കാലാകാലങ്ങളായിട്ട് ഈ പ്രവാചകന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടമാണ്. 90 വയസ്സിൻ്റെ മുകളിലാണ് അന്ന് വറക്കത്ത് ബിൻ നൗഫലിൻ്റെ പ്രായം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കണ്ണിനൊക്കെ അന്ധത ബാധിച്ചിട്ടുണ്ട്. വറക്കത്ത് ബിൻ നൗഫൽ പ്രവാചകനോട് പറയുന്നത്, അങ്ങ് പ്രവാചകനാണ്, ഞാൻ യുവാവായിരുന്നെങ്കിൽ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലല്ലോ. ഞാനെങ്ങാനും അങ്ങയുടെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ അങ്ങയെ ഈ സമൂഹം പുറത്താക്കുന്ന സമയത്ത് ഞാൻ അങ്ങയുടെ കൂടെ തന്നെ നിന്നിരുന്നു, എന്ത് വില കൊടുത്തും അങ്ങയെ ഞാൻ സംരക്ഷിച്ചിരുന്നു എന്ന് വറക്കത്ത് ബിൻ നൗഫൽ പറയുമ്പോൾ പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്ത്, എന്നെ ഈ നാട്ടുകാർ പുറത്താക്കുമെന്നോ? അൽ അമീൻ, സത്യസന്ധൻ എന്ന് വിളിച്ച് സ്നേഹിക്കുകയും പരിലാളിക്കുകയും ചെയ്യുന്ന എന്നെ ഈ മക്കക്കാർ പുറത്താക്കുകയോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വറക്കത്ത് ബിൻ നൗഫൽ പറയുന്നു, അതെ, ഈ സമൂഹം നിങ്ങളെ പുറത്താക്കും. നിങ്ങളെ മാത്രമല്ല, ഈ ആശയവുമായിട്ട് വന്ന എല്ലാവരെയും അവരവരുടെ സമൂഹം അടിച്ചു പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും എൻ്റെ എല്ലാ സമ്പത്ത് ചെലവഴിച്ചിട്ടാണെങ്കിലും ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമായിരുന്നു. ഞാൻ ഒരു യുവാവായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന വറക്കത്ത് ബിൻ നൗഫൽ. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്പ ദിവസങ്ങൾക്ക് ശേഷം തന്നെ വറക്കത്ത് ബിൻ നൗഫൽ അള്ളാഹുവിലേക്ക് വിടവാങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ അത്രയും പരിപൂർണമായ സത്യസന്ധമായ നീയത്താണ് അദ്ദേഹത്തിനെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നതെന്നാണ്. അദ്ദേഹം സ്വഹാബിയാണോ, ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്നുള്ള ചർച്ചയും പണ്ഡിതന്മാരുടെ പലവിധ അഭിപ്രായങ്ങളും നമ്മൾ പല ഗ്രന്ഥങ്ങളിലും വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായിട്ട് വിശ്വസിക്കുന്ന വിശ്വാസി അത് വറക്കത്ത് ബിൻ നൗഫലാണ് എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. പിന്നീട് അദ്ദേഹം സ്വഹാബിയാണോ അല്ലേ എന്ന കാര്യത്തിൽ പല പണ്ഡിതന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ദഅവത്ത് എന്ന ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പേ വറക്കത്ത് ബിൻ നൗഫൽ അള്ളാഹുവിലേക്ക് വിടവാങ്ങിയിട്ടുണ്ട്. മറിച്ച് പ്രവാചകനെ കാണുകയും പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ തന്നെ ആദ്യത്തെ വിശ്വാസിയാണ് വറക്കത്ത് ബിൻ നൗഫൽ. പക്ഷേ ആദ്യത്തെ സ്വഹാബി പുരുഷൻ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ് എന്നതാണ് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ വറക്കത്ത് ബിൻ നൗഫലാണ് ആദ്യ സ്വഹാബി എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ഏറെയുണ്ട്. വറക്കത്ത് ബിൻ നൗഫലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രബലമായ അഭിപ്രായം അത് തന്നെയാണ്. കാരണം ആദ്യ വിശ്വാസിയാണ് അദ്ദേഹം. ആദ്യ സ്വഹാബി അബൂബക്കർ തങ്ങൾ തന്നെയാണ്. കാരണം ആദ്യമായിട്ട് പ്രവാചകത്വം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ദഅവത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളൊന്നും അക്കാലത്ത് പ്രവാചകൻ ലഭിച്ചിട്ടില്ല. ഞാനന്നുണ്ടായിരുന്നുവെങ്കിൽ എന്ത് വില കൊടുത്തും അങ്ങയെ സംരക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുസ്ലിമാണ് എന്ന് തന്നെയാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതിന് വെളിച്ചം വീശുന്ന ഒരുപാട് ഹദീസുകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഖദീജ ബീവി ചോദിക്കുന്നുണ്ട്, നബിയെ, എൻ്റെ ബന്ധുവായ വറക്കത്ത് ബിൻ നൗഫലിനെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? നബി പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നു, മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റൊരു വേളയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ നടുവിൽ ഞാൻ കണ്ടു എന്ന്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലവട്ടം വറക്കത്ത് ബിൻ നൗഫലിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. മറ്റൊരിക്കൽ മക്കയിലെ ചില ആളുകൾ വറക്കത്ത് ബിൻ നൗഫലിനെ കുറ്റം പറഞ്ഞപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, വറക്കത്ത് ബിൻ നൗഫലിനെ ഒരിക്കലും നിങ്ങൾ കുറ്റം പറയരുത്. ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ വറക്കത്ത് ബിൻ നൗഫലിനെ കുറ്റം പറയില്ല. കാരണം അദ്ദേഹം സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലാണ്, സ്വർഗത്തിൻ്റെ ഒത്ത നടുക്കാണ് അദ്ദേഹം എന്നതൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായിട്ട് വിശ്വസിച്ച വ്യക്തി ഇത് വറക്കത്ത് ബിൻ നൗഫൽ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊക്കെ കൂടെ നമ്മളെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഇതുപോലെ മനോഹരമായ ഒരു കഥയായിട്ട് വീണ്ടും ഇരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.